Welcome back. This is the second part of PGBP. PGBP മലയാളത്തിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഇൻകം ടാക്സിൻ്റെ CA, CMA, CS ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ PGBP പാർട്ട് 1, അതായത് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് അസസ്മെൻറ്റ് ഇയർ 2025-26 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 24-25 വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചാർജിങ് സെക്ഷൻ 28 ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരുന്നു. ഈ സെക്ഷനിൽ ഡീംഡ് ഇൻകംസ് PGBP ഡീംഡ് ഇൻകംസ് സെക്ഷൻ 41 അതിൻ്റെ ഒരു പാർഷ്യലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാർജിങ് സെക്ഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പഠിക്കാം. നൗ സെക്ഷൻ 41 എന്ന് പറയുമ്പം പ്രോഫിറ്റ് ചാർജബിൾ ടു PGBP ഡീംഡ് പ്രോഫിറ്റ് ആൻഡ് ദെയർ ട്രീറ്റ്മെൻറ്റ്. ഡീംഡ് പ്രോഫിറ്റാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അത് ചാർജബിൾ ടു PGBP ആയിരിക്കും. ദ ഫോളോവിങ് ആർ ഡീംഡ് ഇൻകം അണ്ടർ PGBP. അത് PGBP ഇൻകമായിട്ട് ഡീം ചെയ്യപ്പെടും. എന്തൊക്കെയാണ് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഡീംഡ് ഇൻകം ഈവൻ ഇഫ് ദാറ്റ് ബിസിനസ് സീസസ് ടു എക്സിസ്റ്റ്, അത് ആ ബിസിനസ് സ്റ്റോപ്പായി കഴിഞ്ഞാലും നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 41(1) റിക്കവറി അണ്ടർ എനി ഡിഡക്ഷൻ, റെമിഷൻ, സെസേഷൻ ഓഫ് ട്രേഡിംഗ് ലയബിലിറ്റി. നമുക്ക് ഓൾറെഡി ക്ലെയിം ചെയ്യപ്പെട്ട ഡിഡക്ഷൻസ് 100% ഡിഡക്ഷൻ കിട്ടിയതായാൽ പോലും അത് മറ്റൊരവസരത്തിൽ ഇല്ലെങ്കിൽ സബ്സിക്വൻ്റ് ഇയറിൽ അതെന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും റെമിഷൻ ഉണ്ടാവുകയോ സെസേഷൻ ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും റിക്കവറി നടക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് PGBP ഇൻകമായിട്ട് കണക്കാക്കപ്പെടും. വേർ an allowance deduction is allowed in any assessment year in respect to loss, expenditure, trading liability and in any subsequent previous year that amount received in cash or kind. Such loss, in respect to such loss, by way of remission, cessation, the amount obtained or the value of benefit accruing shall be taxable as income of the subsequent previous year, deciding whether the said business profession or profession is still in existence or not. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻ നമുക്ക് അലോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സിക്വൻ്റ് ആയിട്ട് റിക്കവർ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് PGBP ഇൻകമായിട്ട് കണക്കാക്കപ്പെടും. Deduction of any loss, expenditure, trading liability was allowed in earlier years, and during the current previous year the assessee has obtained a refund of such expenditure. നമുക്ക് നേരത്തെ ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ ഡിഡക്ഷൻ നമുക്ക് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു സബ്സിക്വൻ്റ് ഇയറിൽ റീഫണ്ടായിട്ട് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ such refunded expenditure shall be deemed to be income of the assessee in the previous year in which the amount is recovered. അത് കിട്ടുന്ന പ്രീവിയസ് ഇയറിൽ ഇൻകമായിട്ട് കണക്കാക്കപ്പെടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 35D സയൻറ്റിഫിക് റിസർച്ച്. 35D സയൻറ്റിഫിക് റിസർച്ച് 100% റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും 100% അത് അലൗഡാണ്. അപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ക്യാപിറ്റൽ അസറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നും ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയോ മറ്റും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം കിട്ടിയാൽ
ആ ഇൻകം PGBP ഇൻകമാണ്. The provision holds good even when the business or profession for which the deduction has been made ceases to exist. Okay. The allowance of deduction must have been made previously while computing taxable income. അപ്പോൾ ഈ ഒരു ഡിഡക്ഷൻ നമ്മൾ 100% ഡിഡക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ക്ലെയിം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് വീണ്ടും PGBP ഇൻകം കണക്കാക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ. While the benefit has been obtained by successor in business, such benefit shall be taxable in the hands of the successor. ഒരു ബിസിനസ് അത് ഒരാൾക്ക് ശേഷം വേറൊരാൾക്ക് കിട്ടാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാദർ ഇസ് റണ്ണിങ് എ ബിസിനസ്, അത് പുള്ളിയുടെ കാലശേഷം മകന് ഹാൻഡ് ആ ഇൻകം നമുക്ക് സക്സസറാണ് ഇൻകം കിട്ടുന്നതെങ്കിൽ ആ ഇൻകം സക്സസർ ആ ഇൻകത്തിന് PGBP ആയിട്ട് കണക്കാക്കി ടാക്സ് പേ ചെയ്യേണ്ടതാണ്. റിക്കവറി ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂൻസ് ഡ്യൂ ടു ഡെത്ത് ഓർ റിട്ടയർമെൻറ്റ് ഓഫ് ദ പേഴ്സൺ ക്യാരിങ് ഓൺ സച്ച് ബിസിനസ് ഓർ പ്രൊഫഷൻ, any sum received shall be deemed to be income of the recipient and chargeable to tax in the year of receipt. Okay. ഒരാളുടെ ഡെത്ത് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് റിക്കവറി അയാൾക്ക് കിട്ടാതിരിക്കുകയും അയാളെ സക്സസറിന് അത് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ എനി സം റിസീവ്ഡ് ഷാൽ ബി ഡീം ടു ബി ഇൻകം ഓഫ് ദ റെസിപ്പിയൻ, അത് കിട്ടുന്നയാളുടെ ഇൻകമായിട്ട് കണക്കാക്കും. In case of the successor will be liable to be taxed for any such benefit received by him in subsequent previous year. അപ്പം സക്സസർ ഇൻകം ലഭിക്കുന്ന സക്സസർ അത് ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. ഇനി സക്സസർ ഓഫ് ദ ബിസിനസ്, സക്സസ് എന്ന് പറയുമ്പം അത് അമാൽഗമേഷൻ വഴിയോ ഇല്ലെങ്കിൽ മെർജർ വഴി ഡീമെർജർ വഴിയൊക്കെ നമുക്ക് സംഭവിക്കാൻ സക്സസർ. The successor will be amalgamated company ആണെങ്കിൽ ആ അമാൽഗമേറ്റഡ് കമ്പനി ആയിരിക്കും PGBP ഇൻകത്തിന് ലേബിൾ. ഇഫ് സക്സീഡ് ബൈ അനദർ ഫേം, ഒരു ഫേം മറ്റൊരു ഫേമിനെ ഏറ്റെടുക്കുകയോ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദ സക്സസർ ഫേം വിൽ ബി liable for the tax. If one person is succeeded by another person, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം ഫാദർ മകന് ബിസിനസ് കൈമാറി, അപ്പോൾ മകൻ്റെ പേരിലേക്ക് മാറിയെങ്കിൽ ദ അതർ പേഴ്സൺ വിൽ ബി ദ സക്സസർ. അത് ഈ ബിസിനസ് ഫോർ എക്സാമ്പിൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അത് മകന് കൈമാറിയെങ്കിൽ മകനായിരിക്കും സക്സസർ. In case of demerger, the successor will be the resulting company. Demerger എന്ന് പറയുമ്പോൾ എന്താണ്? Demerger is when the company splits into one or more divisions or one or more company or firms. അപ്പോൾ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് ഏതെങ്കിലും ഒരു ഡീമർജ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ആ അസറ്റ് ആരുടെ കയ്യിലുണ്ടോ, ആരാണോ ആ അസറ്റിൻ്റെ ഓണർ, അവർക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന് അവർ ലേബിളായിരിക്കും, അവർക്ക് അതിന് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട് PGBPയിൽ. Remission cessation of a trading liability includes remission cessation of a liability by unilateral act of the assessee by writing of such liability in his book account. അപ്പം ഈ അസസ്സി എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് ഓഫ് ചെയ്തതിൽ നിന്നും കുറച്ച് എമൗണ്ട് അയാൾക്ക് വീണ്ടും കിട്ടുവാണെങ്കിൽ അതിനും PGBP ഇൻകമായിട്ട് കണക്കാക്കി ടാക്സ് പേ ചെയ്യേണ്ടതാണ്. ഇനി സെക്ഷൻ 41(2) ബാലൻസിങ് ചാർജ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി എന്താണ് ബാലൻസിങ് ചാർജ്? ഈ ബാലൻസിങ് ചാർജ് ചാർജബിൾ ടു PGBP ആണ്. അപ്പോൾ ബാലൻസിങ് ചാർജ് നമ്മൾ കണക്കാക്കുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ നമ്മൾ നോക്കാനുണ്ട്. ഇത്
പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ. അത് സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഫോളോ ചെയ്യുന്ന പവർ സെക്ടർ അണ്ടർടേക്കിങ്. പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിന് SLM മെത്തേഡോ WDV മെത്തേഡോ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനുള്ള ഒരു ഫെസിലിറ്റി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ഏത് ഇൻഡസ്ട്രിക്കും ഇതില്ല. പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിന് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ SLM മെത്തേഡ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിന് ബാലൻസിങ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഇത് ഡിപ്രിസിയേഷൻ ക്ലൈംഡ് ഫോർ ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി അണ്ടർ സെക്ഷൻ 32(1)(1) സോൾഡ് ഡിസ്കാർഡഡ് ഡെമോളിഷ്ഡ്. ബാലൻസിങ് ചാർജ് എന്ന് പറയുമ്പം സെയിൽ വാല്യൂ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം നമുക്കൊരു അസറ്റ് ഉണ്ട്, അതിൽ സെയിൽ വാല്യൂ ഇവിടെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ സെയിൽ വാല്യൂ WDV റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് ഡിപ്രിസിയേഷനാണ്. അപ്പോൾ ആസ് ഓൺ ടുഡേ എന്താണോ WDV ആ കോസ്റ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആ അസറ്റ് നമ്മൾ വിൽക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നെറ്റ് സെയിൽ വാല്യൂ അത് അതിൻ്റെ WDVയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് കണക്കാക്കാം. ഇവിടെ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി അത് കൂടുതൽ ആണെങ്കിൽ അതൊരു കേസ്. ആൻഡ് സെയിൽ വാല്യൂ ഈസ് ലെസ് ദൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്. അത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റിനെക്കാട്ടിലും അതിൻ്റെ കോസ്റ്റിനെക്കാട്ടിലും സെയിൽ വാല്യൂ കുറവാണെന്ന കേസിൽ സെയിൽ വാല്യൂ കൂടുതലായതുകൊണ്ട് സെയിൽ വാല്യൂ മൈനസ് WDV എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ആ പോസിറ്റീവ് വാല്യൂ അതിൻ്റെ ആക്ച്വൽ വർത്ത്, ആ ഡേറ്റിലുള്ള വർത്ത് എന്ന് പറയുന്നത് WDV ആണ്, അതിനൊക്കെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഇൻകമായിട്ട് കണക്കാക്കാം. ദാറ്റ് ഇസ് ചാർജബിൾ ടു PGBP ആസ് ബാലൻസിങ് ചാർജ്. അതുപോലെ ഫോർ എക്സാമ്പിൾ നമുക്ക് അസ്യൂം ചെയ്യാം സെയിൽ വാല്യൂ 5 lakhs ആണ്. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ 0 ആണ്. WDV സേ 4 lakhs. ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 5.5 lakhs ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെയിൽ വാല്യൂ WDV എന്നുള്ള 4 lakhsനെക്കാട്ടിലും കൂടുതലാണ്, 1 lakh. സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റായ 5.5 lakhsനേക്കാൾ കുറവാണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പം 5 lakh മൈനസ് 4 lakh എന്ന് പറയുന്നത് WDVയെക്കാട്ടിലും സെയിൽ വാല്യൂ കൂടി നിൽക്കുന്ന ആ എമൗണ്ട് ആണ് നമ്മുടെ ബാലൻസിങ് ചാർജായിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് വിൽ ബി ചാർജബിൾ അണ്ടർ PGBP balancing charge. In the case of sale value is greater than actual cost. ഇപ്പം സെയിൽ വാല്യൂ ഇപ്പോൾ ഈ കേസിൽ 5 ആയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ലെറ്റ് ഇറ്റ് ബി 6 lakh. ഓക്കെ, 6ന് സ്ക്രാപ്പ് വാല്യൂ 0 ആണെന്നിരിക്കട്ടെ. ആക്ച്വൽ കോസ്റ്റ് നമുക്കറിയാം 5.5 lakhs ആണ്. അപ്പോൾ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റായ 5.5 lakhs കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പം അപ് ടു ദ ആക്ച്വൽ കോസ്റ്റ്, സെയിൽ വാല്യൂ മൈനസ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 6 lakh മൈനസ് 5.5 lakhs ഇസിക്കൽ ടു 0.5 lakh. ഇത് 0.5 lakh എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ് ടു 5.5 lakh ആണ് ആക്ച്വൽ കോസ്റ്റ്. അപ്പം നമ്മൾ ആക്ച്വൽ കോസ്റ്റ് വരെയുള്ളത് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളൂ. 6 lakhs ആണ് സെയിൽ വാല്യൂ. അപ് ടു 5.5 lakhs 6 lakh മൈനസ് 5.5 നമുക്ക് കിട്ടുന്നത് 0.5 lakh. ദാറ്റ് വിൽ ബി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ.
സെൽ വാല്യൂക്ക് കൂടുതൽ നമുക്ക് കിട്ടി. ഇനി ആക്ച്വൽ കോസ്റ്റ് വരെയുള്ള വാല്യൂ കണക്കാക്കുമ്പം ആക്ച്വൽ കോസ്റ്റ് മൈനസ് WDV നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ബാലൻസിങ് ചാർജായിട്ട് കണക്കാക്കും. PGBP ആക്ച്വൽ കോസ്റ്റിനെക്കാട്ടിൽ മുകളിലുള്ള എമൗണ്ട് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. ഓക്കെ, ഇഫ് സെയിൽ വാല്യൂ ഈസ് ലെസ് ദെൻ WDV, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 lakhs സെല് ചെയ്തത്, WDV 4 lakh ആണ്, അതായത് അതിൻ്റെ ആക്ച്വൽ വർത്തിനേക്കാൾ ഒരു ചെറിയ എമൗണ്ടാണ് ഇത് സെയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ് 1 lakh എന്ന് പറയുന്നത് ടെർമിനൽ ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കും, അതൊരു ലോസ് ആയിട്ട് കണക്കാക്കാം. ടു ബി ഷോൺ ആസ് എക്സ്പെൻസ് ഇൻ PGBP P&L. ദ ഇയർ ഓഫ് ടാക്സിബിലിറ്റി ഈസ് ദ ഇയർ ഓഫ് സെയിൽ ഓർ ട്രാൻസ്ഫർ. നമ്മൾ 1-2 എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് 5 lakh, ഓപ്പണിംഗ് WDV 2.2 lakhs, സ്ക്രാപ്പ് വാല്യൂ 0 കണക്കാക്കുക. ഒരു 3 കേസ് എടുക്കാം, 2 lakh, 3 lakh, 5.5 lakh. ഇപ്പോൾ 2 lakhിൻ്റെ കേസിൽ WDV 2.2 ആയതുകൊണ്ട് WDVയെക്കാട്ടിൽ കുറഞ്ഞൊരു വിലയ്ക്കാണ് വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ലോസ് അവിടെ ഉണ്ടാവാം. അപ്പം 2.2 - 2 അല്ലെങ്കിൽ 2 - 2.2 0.2 lakhs - 0.2 എന്ന് പറയുന്നത് ഒരു ലോസാണ്. അത് ടെർമിനൽ ഡിപ്രിസിയേഷനാണ്. ഓക്കെ, അത് PGBP എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി അത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ഇനി സെയിൽ വാല്യൂ 3 lakhs ആണെങ്കിൽ WDV ഒക്കെ കൂടുതലാണ്, പക്ഷേ ആക്ച്വൽ കോസ്റ്റ് ഓഫ് 5 lakh കുറവാണ്. അതിനൊക്കെ കുറവ് ആയതുകൊണ്ട് അത് PGBP ഇൻകം ആയിരിക്കും. 3.2.2 0.8 ഈസ് എ ബാലൻസിങ് ചാർജ് ചാർജബിൾ ഉണ്ട് PGBP ആസ് പെർ 41(2). ഇനി ആക്ച്വൽ കോസ്റ്റ് ഓഫ് 5 കൂടുതലായിട്ട് 5.5 lakhs സെല്ല് ചെയ്യുന്നതെങ്കിൽ 5.5 - 5 അപ് ടു ആക്ച്വൽ കോസ്റ്റ് 0.5 ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50A. പിന്നെ ബാക്കിയുള്ളത് അപ് ടു ആക്ച്വൽ കോസ്റ്റ് 5 - 2.2 WDV, ഇത് 2.8 ബാലൻസിങ് ചാർജായിട്ട് കണക്കാക്കും. നമ്മൾ വേറൊരു എക്സാമ്പിൾ കണക്കാക്കിയാൽ ഇത് SLM ഡിപ്പോസിഷനാണ്. നമുക്ക് 10% ഡിപ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ 10,000 per year ആണ്. 2 year അത് യൂസ് ചെയ്തു. അപ്പം 1 lakh ആക്ച്വൽ കോസ്റ്റ് 1 lakh ആണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ 2 വർഷം യൂസ് ചെയ്യുമ്പോഴത്തെ ഡിപ്പോസിഷൻ 20,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ WDV ആവുന്നത് 80,000 ആണ്. അപ്പോൾ 80,000 WDV ആണെങ്കിൽ 70,000 അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ WDVയെക്കാട്ടിലും കുറഞ്ഞ എമൗണ്ട് സെല്ല് ചെയ്യുമ്പോൾ അവിടെ ടെർമിനൽ ഡിപ്പോസിഷൻ 10,000 കിട്ടും. 90,000 WDVയിൽ കൂടുതൽ 10,000 കൂടുതലാണെങ്കിൽ, പക്ഷേ ബിലോ ആക്ച്വൽ കോസ്റ്റ് 1 lakh ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അവിടെ ബാലൻസിങ് ചാർജാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് മോർ ദെൻ ആക്ച്വൽ കോസ്റ്റ് സെല്ല് ചെയ്യുകയാണ് 1.1 lakh സെല്ല് ചെയ്യുകയാണെങ്കിൽ അപ് ടു 1 lakh 80,000 WDVക്ക് മുകളിലുള്ള അപ് ടു 1 lakh 20,000 വരുന്നത് PGBP ആയിട്ടും 1 lakh മുകളിൽ ആക്ച്വൽ കോസ്റ്റ് മുകളിലുള്ള എമൗണ്ട് അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്കാക്കും. ഇതൊരു സിമിലർ എക്സാമ്പിളാണ്. ടാറ്റ പവർ ലിമിറ്റഡ് ഇസ് എ പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ആൻഡ് ദ കമ്പനി ഹാസ് പർച്ചേസ്ഡ് 1 P&M 1/6/2015 for 20 lakhs. Same was put to use in 1/12/2015. 1/6/2015 അത് വാങ്ങിയെങ്കിലും യൂസ് ചെയ്തത് 1/12/2015 പുട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പുട്ട് യൂസ് ചെയ്യുമ്പം ഇത് ലെസ് ദൻ 6 months ആണ് ഇവിടെ. അപ്പം ഡിപ്രീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് 180 days and more ആണെങ്കിൽ ഫുൾ ഡിപ്പോസിഷനും, ലെസ് ദൻ 180 days അതായത് അപ് ടു 179 days ആണെങ്കിൽ അതിന് 50% ഡിപ്പോസിഷൻ മാത്രമേ അലോ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ 1/12 2015 ആയതുകൊണ്ട് അത് ലെസ് ദൻ 180 days ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ 15-16 20 lakhs അസറ്റ് വാല്യൂ ഉള്ളപ്പം 8.4% ഡിപ്രിസിയേഷൻ 50% മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പോൾ 84,000. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഫുൾ ഡിപ്രിസിയേഷൻ 8.4% 1.68 lakhs. നെക്സ്റ്റ് അടുത്ത 17-18 ഇയറിൽ നമുക്ക് 1.68 lakhs കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ
ഇത്രയും ഡിപ്രിസിയേഷൻ നമ്മൾ 20 lakhs നിന്ന് മൈനസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 15.8 lakhs ആണ്. ദാറ്റ് ഇസ് ഡബിൾ ഡി വി ആസ് ഓൺ 1/4/2018. 1/4/2018 ഇത്രയും കിട്ടുന്നതാണ്. ഓക്കെ, ഇനി കേസ് 1 പ്ലാന്റ് ഹാഡ് ബിൻ സോൾഡ് ഫോർ 9 lakhs. അപ്പം ഡബിൾ ഡി വി എന്ന് പറയുന്നത് 15.8 ആണ്. 9 lakhs എന്ന് പറയുമ്പോൾ ലെസ് ദൻ ഡബിൾ ഡി വി ആണ്. ലെസ് ദൻ ഡബിൾ ഡി വി വരുമ്പോഴത്തേക്ക് ദർ ഇസ് എ ഡിഫറൻസ്. അത് ടെമ്പിൾ ഡിപ്രിസിയേഷനാണ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ടെമ്പിൾ ഡിപ്രിസിയേഷൻ 6.8 lakhs ടെമ്പിൾ ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കണം. രണ്ടാമത്തെ കേസിൽ പ്ലാന്റ് ഹാസ് ബിൻ സോൾഡ് അറ്റ് 18 lakhs. ദിസ് ഇസ് മോർ ദാൻ ദ ഡബിൾ ഡി വി. ദാറ്റ് മീൻ ഇറ്റ് ഈസ് സെയിൽ വാല്യൂ മൈനസ് ഡബിൾ ഡി വി ബട്ട് ലെസ് ദാൻ ദ actual cost of 20 lakhs. So whatever the difference is there, the 2.2 lakhs will be considered as balancing charge ആയിട്ട് കണക്കാക്കും അണ്ടർ സെക്ഷൻ 41(2). തേർഡ് കേസിൽ 23 lakhs അത് മോർ ദാൻ ദ ആക്ച്വൽ കോസ്റ്റ് 20 lakhs. അപ്പം ആ 23 - 20 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റിനേക്കാൾ മുകളിലുള്ള നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതും അപ് ടു 20 lakhs ഡിഫറൻസ് 15.8 മൈനസ് 20 lakhs എന്ന് പറയുന്നത് 4.2 lakhs എന്ന് പറയുമ്പോൾ അത് എന്താണ് ബാലൻസിങ് ചാർജുമാണ്, PGBP ഇൻകമായിട്ട് കണക്കാക്കുക. ടു കാൽക്കുലേറ്റ് ടെർമിനൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ദ WDV ഓർ ദ ഡിപ്രിഷ്യബിൾ അസറ്റ്. നമ്മൾ WDV കാൽക്കുലേറ്റ് ചെയ്ത് ടെർമിനൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് WDV കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നെറ്റ് സെയിൽ കൺസെഷൻ. നെറ്റ് സെയിൽ കൺസെഷൻ എന്ന് പറഞ്ഞാൽ സെയിൽ വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്കാക്കാം. അതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡബിൾ ഡി വി നെറ്റ് സെയിൽ കൺസിഡറേഷനെക്കാളും ഡബിൾ ഡി വി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഡബിൾ ഡി വി കൂടുതലാണ് സെല് ചെയ്യുന്ന വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ആണ് ലോസിലും ടെർമിനൽ ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കുന്നത്. ഈ കേസിൽ ടെർമിനൽ ഡിപ്രിസിയേഷൻ്റെ കേസിൽ സെയിൽ കൺസിഡറേഷൻ ഈസ് മണി പേയബിൾ ടു ദ ടാക്സ് പെയർ ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രിഷ്യബിൾ asset plus scrap value if any. Net sales consideration is equal to sale consideration minus expenses on transfer. ഇത് നമ്മൾ സെയിലിന് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നത്. സെയിൽ കൺസിഡറേഷൻ ഇസ് ദ ആക്ച്വൽ മണി റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ ബൈ ചെക്ക് ഓർ ബൈ ഡ്രാഫ്റ്റ്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് എനി അതർ തിങ്സ് ഓർ ബെനിഫിറ്റ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് മണി. If the asset is sold or discarded in the previous year in which the is first put to use, any loss or transfer on that asset shall be treated as capital loss and not as terminal depreciation. അതൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുന്നൊരു പോയിന്റ് ഇതാണ്. അത് പുട്ട് യൂസ് ചെയ്യുന്ന അതേ വർഷം തന്നെ ഇത് സെയിലും ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ആസെറ്റ് പർച്ചേസ് ചെയ്തത് 10/10/24 പർച്ചേസ് ചെയ്ത്, പുട്ട് യൂസ് ചെയ്തത് 6/5/25. നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലാണ്, സബ്സീക്വൻ്റ് ഇയറിലാണ് ഇത് പുട്ട് യൂസ് ചെയ്തത്. അതേ കൊല്ലം തന്നെ 10/10/25 ഇത് സെയിൽ ചെയ്യുകയാണെങ്കിൽ പുട്ട് യൂസ് ചെയ്ത അതേ ഇയറിൽ തന്നെ ഇത് സെല് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ the asset is sold and or discarded in the previous year in which it is first put to use. Any loss or transfer. അപ്പം നമ്മളിപ്പം 10 ലക്ഷത്തിന് വാങ്ങിച്ചു, 10 lakhsന് വാങ്ങിച്ചു, 8 lakhsനാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ there is a loss, അല്ലേ, 2 lakhs. അപ്പം എനി ലോസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സച്ച് അസറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ലോസ്. അങ്ങനെയുള്ളത് ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ദാറ്റ് ഇസ് നോട്ട് ടെർമിനൽ ഡിപ്രിസിയേഷൻ. ആ ടെർമിനൽ ഡിപ്രിസിയേഷൻ കണക്കാക്കാൻ പറ്റുകയില്ല. The asset must be used by the assessee for the purpose of business or profession, at least for some considerable time period during the previous year in which the transfer sale take place. അപ്പോൾ അത് ടെർമിനൽ ഡിപ്രിസിയേഷൻ കണക്കാക്കണമെങ്കിൽ അസറ്റ് കുറച്ച് കാലം ആ പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നാലും പുട്ട് യൂസ് മാത്രം ചെയ്താൽ പോലെ യൂസ് ചെയ്യുമ്പോൾ വേണം. ടെർമിനൽ ഡിപ്രിസിയേഷൻ ക്യാൻ only be allowed if the asset is completely written off from the books of account. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്നും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടെർമിനൽ ഡിപ്രിസിയേഷൻ അലോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിളായിട്ട് CH പവർ പ്രോജക്റ്റ് ഇസ് എ പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ഓൺ 2/4/23. ഇറ്റ് ഇസ് പർച്ചേസ്ഡ് എ പ്ലാൻ ഫോർ 50 lakhs, എലിജിബിൾ ഫോർ ഡിപ്രിസിയേഷൻ 15% on SL. ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, 50 lakhsന് പർച്ചേസ് ചെയ്തു 2/4/23. 15% ഡിപ്രിസിയേഷൻ SLM ആണ്. ഇത് പവർ യൂണിറ്റാണ്, അതാണ് SLM വന്നത്, പവർ പ്രോജക്റ്റാണ്.
Compute the balancing charge and terminal depreciation, assuming the plant was sold in 21/4/25. After 2 years, the plant was sold. 21/4/25 23 വാങ്ങി 25 സെല് ചെയ്തു. ആ സെല് ചെയ്ത പ്രൈസ് 33, 47, 55 lakhs 3 പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെർമിനൽ ഡിപ്രിസിയേഷൻ, ബാലൻസിങ് ചാർജ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ നോക്കുവാണെങ്കിൽ 1/4/25 2 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കണക്കാക്കണം. അപ്പോൾ നമ്മൾ 1/4/23 വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ആസ് ഓൺ 1/4/23 നമുക്ക് 50 lakhsൻ്റെ 15%. ഓക്കെ, ഈ കേസിൽ 2/4/23 വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മോർ ദൻ 180 days ആണ്. അതുകൊണ്ട് ഫുൾ ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കണം ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ 2 കൊല്ലം നമ്മൾ 23 24 ഓക്കെ നമ്മൾ 23-24 24-25 നമ്മൾ കണക്കാക്കുമ്പം 2 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ ഫുൾ ഡിപ്രിസിയേഷൻ 15 lakhs, കോസ്റ്റ് ആയ 50 lakhs നിന്ന് മൈനസ് ചെയ്തപ്പം 35 lakhs അതിന് WDV ആയിട്ട് വരും ഈ 1/4/25. അപ്പോൾ അതിൽ സെയിൽ പ്രൊസീഡ്സ് 33 lakhs ഫസ്റ്റ് കേസിൽ നമ്മൾ കുറയ്ക്കുമ്പം 2 lakhs ലോസ് വന്നിട്ടുണ്ട്. അത് ടെർമിനൽ ഡിപ്രിസിയേഷനാണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ 47 lakhs ആയിരുന്നു. അത് മോർ ദാൻ ദ WDV ആണ്. അപ്പം അത് ബാലൻസിങ് ചാർജാണ്. ബട്ട് ലെസ് ദൻ 50 lakhs ആണ്. കോസ്റ്റ് ലെസ് ദൻ കോസ്റ്റ് ആണ്. ഇപ്പോൾ ബാലൻസിങ് ചാർജ് വന്നു 12 lakhs. തേർഡ് കേസിൽ 55 lakhs അപ് ടു 50 lakhs നമ്മൾ കണക്കാക്കുമ്പം എന്താണ്, നമുക്ക് 15 lakhs ബാലൻസിങ് ചാർജും 5 lakhs ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും വരും. മോർ ദൻ 55 - 50 5 lakhs ക്യാപിറ്റൽ ഗെയിനായിട്ട് കാണിക്കും. നൗ സെക്ഷൻ 41(3) സെയിൽ ഓഫ് അസറ്റ്സ് യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ്. സെക്ഷൻ 35 സയൻറ്റിഫിക് റിസർച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സെക്ഷൻ 41(3) യുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അസറ്റ് സയൻറ്റിഫിക് റിസർച്ചിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അസറ്റ്സ് 100% അലോഡാണ് എക്സെപ്റ്റ് ലാൻഡ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ അപ്ലൈഡ് സയൻസ്, നാച്ചുറൽ സയൻസ്, അപ്ലൈഡ് സയൻസ്, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, സോഷ്യൽ സയൻസ്, സ്റ്റാറ്റിക്കൽ റിസർച്ച്, എക്സ്പെൻഡിച്ചർ ഫോർ അക്വിസിഷൻ ഓഫ് റൈറ്റ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് എല്ലാം ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയും ചെയ്യും. എമൗണ്ട് റിയലൈസ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഇസ് ചാർജബിൾ അണ്ടർ PGBP ഇൻ ദ ഇയർ ഓഫ് സെയിൽ. ഓവർ ഡിഡക്ഷൻ അലോഡ് അണ്ടർ 35(1)(4) ആൻഡ് സെയിൽ പ്രൊസീഡ്സ്. അപ്പം ഇത് 100% ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് PGBP ഹെഡിൽ ചാർജബിളാണ്. ലോവർ ഡിഡക്ഷൻ അലോഡ് അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സ്, ഇതിൽ ഏതാണ് ലോവർ അത് PGBP ഹെഡായിട്ട് ചാർജ് ചെയ്യണം. ഇത് 2 കേസ് വരാം. വിത്തൗട്ട് ഹാവിങ് ബീൻ യൂസ് ഫോർ അതർ പർപ്പസ്. അപ്പം നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിന് വാങ്ങിച്ചൊരു അസറ്റ് ആ സയൻറ്റിഫിക് റിസർച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ നേരിട്ട് സെല്ല് ചെയ്യുകയാണ്, മറ്റ് പർപ്പസിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ സെയിൽ കൺസിഡറേഷൻ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസ്റ്റ് PGBP. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം അപ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസ്റ്റ്. ഓക്കെ, നമുക്ക് മോർ ദൻ കോസ്റ്റ് കിട്ടുവാണെങ്കിലുള്ള കേസാണത്. അത് PGBP ആയിരിക്കും. എക്സസ് ഓർ ദ ഒറിജിനൽ കോസ്റ്റ്, അത് ആ ഒറിജിനൽ കോസ്റ്റ് മുകളിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അണ്ടർ സെക്ഷൻ 45. ആഫ്റ്റർ ബീങ് യൂസ് ഫോർ അതർ പർപ്പസ്, നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് പർപ്പസിൽ നിന്നും ബിസിനസ് പർപ്പസിലേക്ക് മാറ്റി നമ്മൾ യൂസ് ചെയ്തു ദെൻ സബ്സിക്വൻ്റ്ലി സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ സെയിൽ കൺസിഡറേഷൻ ഷാൽ ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിലവൻറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. അത് 41(1) പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും നമുക്ക് 41(1) പ്രകാരം അത് ഇൻകമായിട്ട് നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിലേക്ക് മാറ്റുമ്പം കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇസ് നില്ലാണ് അല്ലേ. അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ ടു നോർമൽ ബിസിനസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൽ ബി നിൽ. സോ അത് സെയിലിൽ ചിലപ്പോൾ കിട്ടുന്ന ആ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകമായിട്ട് മാറും. ഇവിടെ സയൻറ്റിഫിക് റിസർച്ച് ഡ്യൂറിങ് സയൻറ്റിഫിക് റിസർച്ച് ട്രാൻസ്ഫർ ടു ബിസിനസ് അല്ലേ. അത് ആ അതിൻ്റെ യൂസ് കംപ്ലീറ്റ് ആകുന്നതിന് സയൻറ്റിഫിക് റിസർച്ചിൽ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടിക്കഴിഞ്ഞ് സയൻറ്റിഫിക് റിസർച്ച് കംപ്ലീറ്റ് ആകുന്നതിനും ബിസിനസ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. സബ്സിക്വൻറ്റ് സെയിൽ ട്രാൻസ്ഫറിൽ സെല്ലിംഗ് പ്രൈസ്
എന്ന് പറയുന്നത് ഇൻകം ചാർജ്ഡ് ആസ് പെർ 41B ടുവേർഡ്സ് റിക്കവറി ഓഫ് ഡിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇയർ ഓഫ് ടാക്സിബിലിറ്റി is the year of transport sale. After using in scientific research it is solved. Then sale proceeds എന്ന് പറയുന്നത് PGBP income as per 41(3) is the lower of deduction under section 35 scientific research or sale price. അതിൽ ഏതാണോ ലോവർ അതായിരിക്കും വരുന്നത്. 41(4) എന്ന് പറഞ്ഞാൽ എനി എമൗണ്ട് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. നമുക്ക് പലതും ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടാക്കടങ്ങൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ട് വീണ്ടും അത് കിട്ടുവാണെങ്കിൽ ഉള്ള കേസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡിഡക്ഷൻസ് 36(1)(7)ലാണുള്ളത്. അത് റിക്കവർ ചെയ്യുമ്പോൾ കേസ് പറയുന്നത് 41(4) ഇൻകമായിട്ട് കണക്കാക്കാം, ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കാം, PGBP ഇൻകമായിട്ട് കണക്കാക്കാം. PGBP ഇൻകം ടാക്സിബിൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് മൈനസ് bad debt disallowed by assessing officer. Difference of the bad debt claimed and allowed by assessing officers is disallowed. നമ്മളിപ്പം 10 ലക്ഷം ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതിൽ അസസിങ് ഓഫീസർ ചിലപ്പോൾ അലോ ചെയ്യുന്നത് 4 lakhs 6 lakhs ആയിരിക്കാം, ബാക്കി ഡിസലോഡാണ്. അപ്പം 10 ലക്ഷം ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു, 6 lakhs അലോ ചെയ്തു, 4 lakhs ഡിസലോ ചെയ്തു. നമുക്കൊരു 3 lakhs സബ്സീക്വൻ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൽ ഓക്കെ നമുക്ക് 5 lakhs സബ്സീക്വൻ്റ് ആയിട്ട് കിട്ടിയിരിക്കട്ടെ. കിട്ടിയാൽ ആദ്യം നമ്മൾ ആ ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്ത എമൗണ്ട് എത്രയാണോ ഡിസലോ ചെയ്ത് 4 lakhs ഡിസലോ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 - 4 എന്നുള്ള അത് ഡിസലോ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വരുന്നതിന് മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഓക്കെ, കാര്യം മൊത്തം 10 ലക്ഷമാണ്, അതിൽ 6 ലക്ഷമേ അലോ ചെയ്തുള്ളൂ, 4 ലക്ഷം ഡിസലോഡാണ്. ആ ഡിസലോ ചെയ്തത് കൂടി നമ്മൾ അത് 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 കണക്കാക്കി കഴിഞ്ഞ് ബാക്കി വരുന്നത് മാത്രമേ 10 ലക്ഷത്തിന് മുകളിലുള്ള മാത്രമേ നമുക്ക് ശരിക്കും ഇൻകമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ അത് 3 lakhs ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ 4 ലക്ഷം ഡിസലോഡാണ്. അപ്പം 4 ലക്ഷം ഡിസലോഡ് 3 ലക്ഷം കിട്ടിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ 3 ലക്ഷവും ഈ ഡിസലോഡ് ഇൻകത്തിൽ നിന്ന് മൈനസ് കഴിഞ്ഞാൽ ബാക്കി ഡിസലോഡ് 1 lakh ആയിട്ട് മാറും. അവിടെ ഒരു ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, where the deduction has been allowed in respect of bad debt and the bad debt is subsequently recovered, when the amount so recovered shall be deemed to be the income under the head PGBP of the previous year in which the amount is recovered. നമ്മൾ സെക്ഷൻ 2018-21 നമ്മൾ ഗ്രോസ് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഉള്ള ഇൻകമാണ്, ടാക്സബിൾ ഇൻകമാണ്. അതിൽ സബ്സിക്വൻ്റ് ആയിട്ട് റിക്കവറി വരുമ്പോഴുള്ള കേസാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ 1 lakh ഈസ് റിക്കവറബിൾ ഫ്രം ഡെപ്റ്റർ മിസ്റ്റർ. ഒരാൾ നമുക്ക് 1 lakh തരാനുണ്ടായിരുന്നു. അതിൽ അയാളുടെ അടുത്ത് പലവട്ടം പറഞ്ഞു, അയാൾ പൈസ തരുന്നില്ല. അവസാനം നമ്മൾ എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവസാനം നമ്മൾ 40,000 റൈറ്റ് ഓഫ് ചെയ്തു ബുക്ക് അക്കൗണ്ടിൽ. അത് ബാഡ് ഡെപ്റ്റ് ഇൻ ദ ബുക്ക് അക്കൗണ്ട് ഇൻ ദ പ്രീവിയസ് ഇയർ 31(3). സബ്സിക്വൻ്റ്ലി 31(3)25 ആയപ്പോഴത്തേക്ക് അയാൾ 70,000 അയാൾക്ക് പൈസ തിരിച്ച് കിട്ടി. അപ്പോൾ അന്നത്തെ സാഹചര്യത്തേക്ക് തരാൻ പറ്റിയില്ല. പക്ഷെ വീണ്ടും 25 ആയപ്പോൾ അയാളുടെ സ്ഥിതി മെച്ചമായി, അയാൾ പൈസ തിരിച്ചു തന്നു, 70,000 തിരിച്ചു തന്നു. പക്ഷെ നമ്മൾ 40,000 റേറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. അപ്പം 70,000 തിരിച്ചു വരുമ്പം നമ്മൾ 60,000 ഓൾറെഡി പുള്ളിയുടെ പേർക്ക്, അദ്ദേഹത്തിൻ്റെ പേർക്ക് അവിടെ കിടപ്പുണ്ട്, ഓൾറെഡി അയാളുടെ കടമായിട്ട് കിടക്കുകയാണ്, ലയബിലിറ്റി ആയിട്ട് കിടക്കുക. ആ ലയബിലിറ്റി ആയിട്ട് കിടക്കുന്ന ആദ്യം അത് മാനേജ് ചെയ്യുക. അപ്പോൾ അതിൽ 60,000 പോയി കഴിഞ്ഞ് ബാക്കി 10,000 ഉണ്ട്. ആ 10,000 മാത്രമേ നമ്മൾ റിക്കവറി ബാഡ് ഡെപ്റ്റ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഓക്കെ, 60,000 ഷാൽ ബി ഡീം ടു ഹാവ് ബിൻ റിക്കവേർഡ്. ആ 60,000 നമ്മൾ റിക്കവർ ചെയ്യും. ആൻഡ് 10,000 ടുവേർഡ് ദ റിക്കവറി ബാഡ് ഡെപ്റ്റ് ഓഫ് 40. അപ്പോൾ 40,000 കിട്ടാനുള്ളതിൽ 10,000 റിക്കവറി ബാഡ് ഡെപ്റ്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അങ്ങനെ വരുമ്പം 10,000 വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ പ്രീവിയസ് ഇയർ 24-25. ഇപ്പോൾ ഈ 40,000 ഓൾറെഡി ബാഡ് ഡെപ്റ്റാണ്. ഓക്കെ, 40,000 ഓൾറെഡി ബാഡ് ഡെപ്റ്റാണ്. അപ്പോൾ അതിൽ 40,000 ബാഡ് ഡെപ്റ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഓൾറെഡി. അതിൽ ഡിഡക്ഷൻസ് കിട്ടിയിട്ടുള്ളതാണ്. ആ ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ 40,000 നിന്നും 10,000 മാത്രം ബാഡ് ഡെപ്റ്റ് കിട്ടും. ബാക്കി ബാഡ് ഡെപ്റ്റ് 30,000 ആയിട്ട് കുറയും, 10,000 ഇൻകമായിട്ട് മാറും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് നോക്കുവാണെങ്കിൽ നമ്മൾ നമുക്ക് 1 lakh തരാനുണ്ട്,
സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ ബാഡ് ഡെപ്റ്റ് 40,000 നമ്മൾ ഡിക്ലെയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് അക്കൗണ്ട് ചെയ്തു ബാഡ് ഡെപ്റ്റായിട്ട്. അപ്പം 70,000 സബ്സീക്വൻ്റ്ലി നമുക്ക് കിട്ടുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ എയുടെ പേർക്ക് 60,000 നമ്മൾ അക്കൗണ്ട് ചെയ്യുകയും ബാഡ് ഡെപ്റ്റ് റിക്കവറി ആയിട്ട് 10,000 കൊടുക്കുകയും ചെയ്യും. അപ്പം ബാഡ് ഡെപ്റ്റ് റിക്കവറി 10,000 കിട്ടിയത് ഇൻകമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നു. അപ്പോൾ ഇൻകം ഉണ്ട് PGBP ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കേസ് ലോസ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. PK കൈമ്പുള്ള കേസ് പറയുകയാണ്. ആ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിധി വന്നതെന്ന് വെച്ചാൽ ദ ബാഡ് ഡെപ്റ്റ് ഓഫ് ദ പ്രീഡിസസർ റിക്കവേർഡ് ബൈ സക്സസർ ഇസ് നോട്ട് ആൻ ഇൻകം ഫോർ സക്സസർ അണ്ടർ PGBP. അപ്പോൾ പ്രീഡിസസറിൻ്റെ ബാഡ് ഡെപ്റ്റ്, അപ്പോൾ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരുന്നു, അത് റൈറ്റ് ഓഫ് ചെയ്തിരുന്നു, അത് റിക്കവേർഡ് ബൈ സക്സസർ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു PGBP ഇൻകം അല്ല. സക്സസറിൻ്റെ കേസിൽ പ്രീഡിസസറിൻ്റെ ബാഡ് ഡെപ്റ്റ് അത് സക്സസർ റിക്കവർ ചെയ്താൽ അത് ഇൻകമായി PGBP ഇൻകം അല്ല എന്നൊരു വിധിയുണ്ട്. ഇതെല്ലാം കോർട്ട് കേസുകളാണ്. ഇനി വീർഭദ്രറാവുവിൻ്റെ കേസിൽ വന്നത് ബാഡ് ഡെപ്റ്റ് വാസ് റിട്ടേൺ ഓഫ് ബൈ ദ പ്രീഡിസസർ റൈറ്റ് ഓഫ് ചെയ്തു ബാഡ് ഡെപ്റ്റ് ഓക്കെ, അത് ആൻഡ് ഹാസ് ഷോൺ എസ് ഇൻകം ഓൾസോ PL കാണിക്കുകയും ചെയ്തു. സക്സസർ കൻ ക്ലെയിം ഡിഡക്ഷൻ, അങ്ങനെ ഉണ്ടെങ്കിൽ സക്സസറിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈവൻ ഇഫ് നോട്ട് ഷോൺ എസ് ഇൻകം ബൈ ഹിം. സക്സസർ ഇൻകോട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ പ്രീഡിസസർ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ബാഡ് ഡെപ്റ്റ് 50,000, ഡിഡക്ഷൻ അലൗഡ് 20,000, ഡിസലൗഡ് 30,000. സബ്സിക്വൻറ്റ് റിക്കവറി 40,000 ആണെങ്കിൽ 40,000 മൈനസ് 30,000 ഡിസലൗഡ് 10,000 ഈസ് ആക്ച്വലി ഈസ് ടാക്സബിൾ ആസ് ഇൻകം. അതല്ല 20,000 ആണ് റിക്കവർ ചെയ്തതെങ്കിൽ 30 മൈനസ് 20,000, 10,000 വിൽ ബി ഡിസലൗഡ്. 20,000 is allowed, it is not taxable. അത് ടാക്സബിൾ അല്ല. Section 41(4)(a), amount withdrawn from reserve created under Section 36(1)(8). ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്, പ്രൊവിഷൻസ് അലോ ചെയ്യുകയില്ല. ഓക്കെ, അത് അലൗഡ് അല്ല. ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്, നമ്മളിപ്പോൾ ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, എനിക്ക് കൊല്ലം ഇത്ര ലോസ് ഉണ്ടാകും എന്ന് പ്രൊവിഷൻ കൊടുക്കുകയാണ്, ലോസിന് പ്രൊവിഷൻ കൊടുക്കുകയാണ്, ഇല്ലേ എക്സ്പെൻസ് കൊടുക്കുകയാണ്, എക്സ്പെൻസിന് പ്രൊവിഷൻ കൊടുക്കുകയാണ്. നോ ഡിഡക്ഷൻ ആർ അലൗഡ് ഫോർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡോട്ട്ഫുൾ ഡെപ്റ്റ്സ്, ഇതൊന്നും അലൗഡ് അല്ല. ആക്ച്വലി ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ദാറ്റ് ഇസ് അലൗഡ്. ഓക്കെ, നമ്മളത് പക്ഷേ ബാഡ് ഡെപ്റ്റ് നമ്മൾ തീരുമാനിക്കേണ്ട ബാഡ് ഡെപ്റ്റ്, അപ്പോൾ ബാഡ് ഡെപ്റ്റായിട്ട് എന്തിന് തീരുമാനിച്ചു എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാഡ് ഡെപ്റ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് പക്ഷേ അത് അസിസ്റ്റൻറ്റ് ഓഫീസറിന് അത് അലോ ചെയ്യാം. ബാഡ് ഡെപ്റ്റ് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അലോ ചെയ്യാം, ഇല്ലെങ്കിൽ മൊത്തം അലോ ചെയ്യാതിരിക്കാം. അതിനൊരു അത് അസിസ്റ്റൻറ്റ് ഓഫീസർ ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പോൾ 35(AD) സ്പെസിഫൈഡ് ബിസിനസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത് ഡിഡക്ഷനായിട്ട് അലോ ചെയ്യാൻ പറ്റില്ല 35(AD). എക്സ്പെൻഡിച്ചർ ഓൺ നോൺ അസസബിൾ ബിസിനസ് നോട്ട് അലൗഡ്. എക്സ്പെൻഡിച്ചർ ഫോർ ഏണിംഗ് അഗ്രികൾച്ചറൽ ഇൻകം ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് നോൺ അസസബിളാണ്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് പല കാര്യങ്ങളും വ്യത്യാസം വരാം. ബിസിനസ് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ് ബൈ ദ അസസി ടു ഗെറ്റ് ഡിഡക്ഷൻ. അത് ആക്ച്വലി ബിസിനസ്സിൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആക്ച്വലി ഇൻകർ ചെയ്യണം, എന്നാൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റും. നോഷണൽ എക്സ്പെൻഡിച്ചർ, നോ വൺ ക്യാൻ ഏൺ ഇൻകം ഫ്രം ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനം, എൻ്റെ ഒരു ഹൗസ് ഞാൻ ബിസിനസ് പർപ്പസിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ തന്നെ ചെയ്യുന്നൊരു ബിസിനസ് ആണെങ്കിൽ അത് നോഷണലായിട്ട് ഞാൻ പൈസ ശരിക്കും ഞാൻ വാങ്ങിക്കാതെ ഇല്ലെങ്കിൽ പൈസ കിട്ടാതെ ഞാനത് ഇത്ര ആണെന്ന് അസ്യൂം ചെയ്ത് നോഷണൽ എക്സ്പെൻഡിച്ചർ കണക്കാക്കുകയാണെങ്കിൽ അത് അലൗഡല്ല. റെൻറ്റ് ടു സോൾ പ്രൊപ്പറേറ്റർ, സാലറി ടു പ്രൊപ്പറേറ്റർ സാലറി എടുക്കുന്നു, ഇതൊന്നും അലൗഡല്ല. ഓണസ് എ പ്രൂഫ് ലൈസ് വിത്ത് അസസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രൂഫ് കൊടുക്കുക. ആ പ്രൂഫ് കൊടുക്കുന്നുള്ളത് അത് അസസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സിബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 22. However, if letting out house property support the smooth operation of business, ബിസിനസ്സിന് വീട് ഒരു ലെറ്റിംഗ് ഔട്ട് ഹൗസ് അത് ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ഇൻസിഡൻറ്റ് ടു ബിസിനസ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ PGBP. അത് ഹൗസ് പ്രോപ്പർട്ടി പോവില്ല. ഡിവിഡൻഡ് ഓൺ ഷെയർസ്. ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഇസ് ടാക്സബിൾ ഈവൻ ഇഫ് ഷെയർസ് ആർ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ. നൗ വിന്നിങ് ഓഫ് ലോട്ടറീസ് ആൻഡ് റേസസ്. അപ്പോൾ വിന്നിങ് ഓഫ് ലോട്ടറീസ് ആൻഡ് റേസസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അത് രണ്ട് കാര്യമുണ്ട്. വിന്നിങ് ഓഫ് ലോട്ടറീസ്, ഫോർ എക്സാമ്പിൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ വിൽക്കാതെ പോയ ടിക്കറ്റിന് ഒരു പ്രൈസ് കിട്ടുവാണെങ്കിൽ അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അതൊരു PGBP ഇൻകമായിട്ട് കണക്കാകത്തുള്ളൂ. പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസാണ്. പക്ഷേ അവർ റീറ്റെയിലറിനോ ഡിസ്ട്രിബ്യൂട്ടറിനോ ഒക്കെ ഒരു അൺസോൾഡ് ടിക്കറ്റിൽ നിന്നൊരു ഒരു പ്രൈസ് കിട്ടുവാണെങ്കിൽ അത് അവരുടെ PGBP ഇൻകമായിട്ട് കണക്കാക്കുന്നത്. എക്സംപ്റ്റഡ് ഇൻകം ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 10 ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി DCRG. ഓക്കെ. അപ്പം നമ്മൾ സാലറീഡ് എംപ്ലോയീസിന് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഉണ്ട്. അപ്പം അത് PF, ഓക്കെ, ഗ്രാറ്റുവിറ്റി, HRA, ഇതെല്ലാം എക്സംപ്റ്റഡ് ഇൻകമാണ്. സം ടാക്സബിൾ അണ്ടർ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പർപ്പസ് സെക്ഷൻ 28(5). 28(5)A എന്ന് പറഞ്ഞാൽ എന്താണ്? 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഗെയിൻ. ഓക്കെ. അപ്പം 28(5) നോൺ കോമ്പീറ്റ് ഫീ. നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറഞ്ഞാൽ ഫോർ നോട്ട് ക്യാരിങ് ഔട്ട് ആൻ ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് 28(5)A. ഓക്കെ. PGBP ഇൻകമാണ്. പക്ഷേ ഒരു റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ ഗെയിനാണ്. ഓക്കെ. Okay. Now, income from illegal business is taxable under PGBP. Specific deductions 30 to 43 dB. അപ്പം സ്പെസിഫിക് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 30 to 43 dB വരെയുള്ള ഡിഡക്ഷൻസ് അതെല്ലാം PGBP ഇൻകമാണ്. ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ PGBP എന്ന് പറയുന്നത് എന്താണ്? റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ. അത് നോട്ട് ചാർജബിൾ PGBP ആണ്. ഈവൻ ദോ ദ അസസി ഈസ് എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് റെന്റിങ് ആൻഡ് പ്രോപ്പർട്ടീസ്. അയാളുടെ മെയിൻ ബിസിനസ് ഇതാണെങ്കിൽ പോലും, റെൻറ്റ് കൊടുക്കുന്ന ബിസിനസ് ആണെങ്കിൽ പോലും അത് ചാർജബിൾ അല്ല. സച്ച് പ്രോപ്പർട്ടീസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് അങ്ങനെ ആണെങ്കിലും ഇത് PGBP ഇൻകം കണക്കാക്കിയത്. അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമാണ്. ഡിവിഡൻഡ് ഓൺ ഷെയർസ്. ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഓക്കെ. അത് PGBP ഇൻകം അല്ല. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വിന്നിങ് ഫ്രം ലോട്ടറി റേസസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ വിത്ത് ദിസ് നമ്മൾ 41 എന്നുള്ള പാർട്ട് ചാർജബിൾ ഇൻകം, ഡീംഡ് ഇൻകംസ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെക്ഷൻ 30 തൊട്ട് 29, 30 മറ്റുള്ള സെക്ഷനെ പറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മേൽ പ്രത്യേകിച്ചൊന്നുമില്ല. സെക്ഷൻ 30 തൊട്ട് ബാക്കിയുള്ള ഇൻകംസ്. ഓക്കെ. അതെല്ലാമാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ അടുത്ത സെഷനിൽ PGBP പാർട്ട് 2 നമ്മൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.